ഓരോ അടി ഉണ്ടാക്കല്ലേ. ഓയ്ക്ക് വേറെ പണിയും വേണ്ടേ? ഓയ്ക്ക് ഇതല്ലേ പറയാനുള്ളൂ. മുഖ്യമന്ത്രിക്ക് ചെന്നിത്തല ബനിയൻ ഇട്ടിക്കണേ, മറ്റാള് തവസറ അടിച്ചിക്കണേ, ഇതെല്ലാം തന്നെ ഉള്ളൂ. വേറൊന്നും ഇല്ല ഓയ്ക്ക് പറയാന്. മെയ് 4 കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി ആവുക? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, പിണറായി തന്നെ. വേറെ ആരാവാന് പലപ്പോ ആരാ ഉള്ളത് ആവാൻ, മുഖ്യമന്ത്രി ആവാനുള്ളത്? പിന്നുള്ള നമ്മളാണുള്ളത്. പൊതുജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയോ? വി.ഡി. സതീശൻ വരണമെന്നാ. അത് ഓന് പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചോനാ, മറ്റൊരൊന്നും അങ്ങനെ അധ്വാനിച്ചിട്ടില്ല. ഓന് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, വോട്ടെത്ര പത്തെണ്ണം എങ്ങനെയൊക്കെ കിട്ടേണ്ടതെന്നുള്ളതൊക്കെ എല്ലാ സംവിധാനം ചെയ്ത ആളാണ്. ഞാൻ ലീഗാരനാണ് കേട്ടോ, അത് വേറെ. അത് വേറെ പ്രശ്നം. അപ്പോൾ സതീശനാവണമെന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിട്ട്. അതിപ്പം ഓരോരുത്തരും ഇങ്ങനെ മാധ്യമക്കാരിങ്ങനെ കുത്തി ചോദിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞ അഭിപ്രായം എന്താണെന്നറിയോ? അപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി തീരുമാനമൊക്കെ അത് ഓല അയക്കുള്ളൂ. അതിൽ നമ്മൾ മെനക്കെട്ട് പോയല്ല. അത് ഓല ആരാണോ എവരാണെന്നല്ല ഓല്, അതെല്ലാം ഓല് മനസ്സിലാക്കിയിട്ട് ഓല് വരൂ. നമ്മളെ റിസൾട്ട് വരാനൊന്ന് കാത്തിരുന്നൂടെ? കാത്തിരിക്കാൻ മുന്നുണ്ടല്ലോ ഇതേ 4 ഇതല്ലേ. മെയ് 4 ജയിക്കോ തോൽക്കോന്ന് അറിയുള്ളൂ. അതിന് മുൻപ് തന്നെ ചർച്ചന്റെ ആവശ്യമുണ്ടോ? ചർച്ചന്റെ ആവശ്യം വെച്ചാൽ അത് ഓല ഇതല്ലേ. അവരൊക്കെ വലിയ നേതാക്കന്മാരല്ലോ, ഓൽക്ക് അറിയാലോ. വലിയ നേതാക്കന്മാർ അവരുടെ ഒരു പക്വത കാണിക്കുന്നുണ്ടോ? അപ്പൊ അവര് നേരിട്ട് പറയുന്നില്ലെങ്കിലും ഇങ്ങനെ അഭിപ്രായം പറയുന്നവരെ നിയന്ത്രിക്കാൻ തയ്യാറാവുന്നില്ല. നിയന്ത്രിക്കാനും 4 ദിവസം നോക്കാം. 4 ആര് വരും എന്നുള്ളത്. കോൺഗ്രസിലെ ജയിക്കുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി. അങ്ങനെ ചർച്ച നല്ലതാണോ? എന്റെ അഭിപ്രായത്തിൽ നല്ലതല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ സതീശനാണ് നമ്മളെല്ലാവരും സജസ്റ്റ് ചെയ്തത്. ജയിച്ച് സ്ഥാനം ഭരണം കിട്ടുമെന്നുണ്ടപ്പോൾ പിന്നെ ഓരോന്നും ഇങ്ങനെ മാളത്തിൽ നിന്ന് പൊന്തിയിട്ട് കാര്യമില്ല. അതിന് ഏറ്റവും യോഗ്യനായ ആള് വി.ഡി. സതീശൻ തന്നെയാണ്. കെ.സി. വേണുഗോപാലിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പുള്ളി മത്സരിച്ചിട്ട് പോലും ഇല്ല. ഒരു മത്സരിച്ചിട്ട് പോലും ഇല്ല. മുപ്പരെ കേന്ദ്രത്തിൽ കളിച്ചാൽ പോരെ, ഇവിടെ കേരളത്തിൽ സതീശ പോരെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? കെ.സി. കേന്ദ്രത്തിൽ കളിക്കാനാണ് ഏറ്റവും നല്ല ആള്. കാരണം കേരളത്തിൽ നമുക്ക് വി.ഡി. സതീശൻ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ യുവാക്കൾക്ക് ഏറ്റവും ഒരു ഇതുള്ള നമ്മളെ ഇയാളെ തന്നെയാണ്. ഓരോരുത്തരുടെ അനുയായികളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോഴേ. അതൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ അങ്ങനെ ഉള്ളതാ. ഇന്നൊന്നലും തുടങ്ങിയൊന്നുമില്ല. അത് മുമ്പ് ആദ്യമേ ഉള്ള തന്നെയാണത്. ജയിക്കുന്നതിന് മുമ്പേ അങ്ങനെ ചർച്ച നല്ലതാണോ? ഇല്ല, അത് നല്ലതല്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നെ താഴേക്ക് പോകുന്നത്. അത് നേതാക്കന്മാരും മറ്റൊരു ആലോചിച്ചാൽ അവർക്ക് നന്ന്. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ചർച്ച നല്ലതാണോ? ചർച്ച നല്ലതാണ്. പക്ഷെ ഇപ്പൊ തന്നെ ഒരു കടിപിടി കൂടേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വസിന് ചാൻസ് കൊടുക്കേണ്ടത്. പിന്നെ അതൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം നോക്കാം. ജയം അറിയണ്ടേ, ആരാ ജയിക്കാന്ന് പറയാൻ പറ്റില്ല. LDF വന്നാലോ. ഓലെ തല്ല് ആദ്യം തീരട്ടെ. ഇപ്പൊ 3 മുഖ്യമന്ത്രി, അതിലിപ്പോ 2 ആള്. ഓലെ തല്ലുകൊണ്ടാണ് കോൺഗ്രസ് ഇക്കോലത്തിലായത്. ഓല് ഭരണം കിട്ടുന്നതിന് മുന്നേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അടിമുടി നടക്കാണ്. ഇങ്ങനെയാണെങ്കിൽ പിണറായി തന്നെ ആയിരിക്കും വീണ്ടും മുഖ്യമന്ത്രിയാവുന്നത്. ഇങ്ങനത്തെ ചർച്ചയൊക്കെ നല്ലതാണോ? റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പാടില്ലല്ലോ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പാടില്ലല്ലോ. മനസ്സിലാണോ? മറ്റാള് പിണറായി മുഖ്യമന്ത്രി എന്നറിയില്ലേ. മുഖ്യമന്ത്രി 2 പ്രാവശ്യം പിണറായി ആയതിന്റെ പേരിൽ അവര് പറയാം. അല്ലാണ്ട് ഇലക്ഷന് റിസൾട്ട് വരുന്ന പിന്നെ മുഖ്യമന്ത്രി എങ്ങനെ തീരുമാനിക്കില്ല, അത് ഇതല്ലല്ലോ. അതിപ്പോ കോൺഗ്രസ് ജയിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കിടെ ചർച്ച തുടങ്ങി. മുഖ്യമന്ത്രി ചെന്നിത്തല ആവണമെന്ന് ഒരു വിഭാഗം പറയുന്നു, വി.ഡി. ആവണമെന്ന് വേറെ വിഭാഗം പറയുന്നു, കെ.സി. ആവണമെന്ന് സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതൊക്കെ ശരിയാണോ? ശരിയാവാൻ പാടില്ലല്ലോ. അങ്ങനെ ശരിയാവുന്നുണ്ട് പിന്നെ ഓല് തന്നെ നിന്നാ പോരെ. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. അത് നടത്തണോ? അതുകൊണ്ടാ. അപ്പൊ ആരാണ് വരുന്നത്? ജനങ്ങൾ തെരഞ്ഞെടുത്തിക്കണേ. അപ്പൊ ജനങ്ങൾ തന്നെ വിധി ചെയ്തു കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ എന്താന്നുള്ള അറിയാൻ നമുക്ക്. ഇപ്പൊ മുരളി പറഞ്ഞ പോലെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിയാണോ അതാണ് ഇപ്പൊ ചെയ്യുന്നത്? അതെ, ഓക്കെ, അത് 100% തന്നെ പരിപാടി. ഇപ്പൊ കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിലെ MP ആണ്, AICC ജനറൽ സെക്രട്ടറി ആണ്. അങ്ങനെ ഒരാൾ ഇവിടെ മുഖ്യമന്ത്രി ഇപ്പൊ വരേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? ഇവിടെ തന്നെ നേതാക്കളില്ലേ? ഉണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ ഇവിടെ തെരഞ്ഞെടുത്തത് ജനങ്ങൾ ആരാണെന്നുള്ള ആക്കി പറയാൻ പറ്റില്ല. മൊത്തം തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ആര് വരുമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പറയാൻ കഴിയില്ല. പിന്നെ എന്റെ വിശ്വാസത്തിന് ഞാൻ പറയും ഞാൻ വരൂ, നിങ്ങൾ പറയും നിങ്ങൾ വരുന്നു, അതേ ഉള്ളൂ. അതിലൊന്നും ഞാൻ ചോദിക്കുന്ന ആളല്ല. ആരെ വരട്ടെ അത് നമുക്ക് കാണാം. അതിന് മുമ്പേ ചർച്ചന്റെ ആവശ്യമില്ല. വെറുതാണ് ചർച്ച. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചന്റെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ആ സമയത്ത് തെരഞ്ഞെടുക്കുന്ന കാര്യമില്ല. അത് ജയം വന്നാലല്ല അത് തെരഞ്ഞെടുക്കലൊക്കെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാ മുഖ്യമന്ത്രി ആവണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായത്തിൽ പറ്റിയ ആളുകളെ കാണുന്നില്ല ഇപ്പോൾ. വി.ഡി. സതീശനോ? വി.ഡി. സതീശനെ പറ്റിയിട്ടൊന്നും അഭിപ്രായം ഒന്നും പറയാനായില്ല.
മുമ്പ് അതല്ല, മുമ്പ് അതിനെ പറ്റിയ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ചെന്നിത്തല, KC വേണുഗോപാൽ ഇവരൊക്കെയാണ് ചർച്ചയിലുള്ളത്. പല ആളുകളും പലതും പറയാണല്ലോ, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം, എനിക്ക് കിട്ടണം. ഒറ്റ മുഖ്യമന്ത്രി എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ കോൺഗ്രസിൽ വരികയാണെങ്കിൽ തന്നെ ഒറ്റ മുഖ്യമന്ത്രി എന്തായാലും ആവില്ല. 5 കൊല്ലം ഒരാളായിരിക്കില്ല. ആയിരിക്കില്ല, അതെന്തായാലും റെഡിയാണ്. 3 ആള് തർക്കത്തില്ല, സ്ഥാനം കിട്ടണമെന്നാണ് അല്ലേ? എന്റെ അഭിപ്രായത്തിൽ മുരളി വരണമെന്നാ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. എന്തുകൊണ്ടാണ്? അയാൾ നല്ല വ്യക്തിയാണ്, അയാൾക്ക് പ്രവർത്തിക്കാൻ അറിയാം, കഴിവുണ്ട്. ഈ ജയിക്കുന്ന ഉറപ്പില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ആൾക്കാർക്കിടയിൽ ഒരു മോശം പ്രതിച്ഛായ ഉണ്ടാക്കൂലേ? ഇതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ അതൊക്കെ തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. പക്ഷെ പിന്നെ അഭിപ്രായങ്ങൾ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അഭിപ്രായത്തിൽ എന്റെ അഭിപ്രായത്തിൽ മുരളി ആയിക്കോട്ടെ മുഖ്യമന്ത്രി, ഓരോ ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നടക്കുന്ന ഈ ചർച്ച ആൾക്കാർക്കിടയിൽ ഒരു മോശം ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ നേതാക്കൾക്കൊക്കെ? ഉണ്ടാവില്ല, എന്തായാലും ഉണ്ടാവില്ലോ. UDF അധികാരത്തിൽ വരും എന്നുള്ള ഉറപ്പെന്താള് ഇല്ല. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കണ് UDFന് വേണ്ടിയിട്ട്, അത്രയല്ലേ ഉള്ളൂ. മുരളി ആയിക്കോട്ടെ മുഖ്യമന്ത്രി, എന്റെ അഭിപ്രായം അതാണ്. റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞതിന് ശേഷം തീരുമാനിക്കാമല്ലോ ആര് വരും എന്നുള്ള ആർക്കറിയുന്നത്. ഇതൊക്കെ ഒരു ഊഹാപോഹല്ലേ. ആര് വന്നതിന് വോട്ടെണ്ണതിന് ശേഷമല്ലേ അറിയുള്ളൂ. അതിന് ശേഷം മതി എല്ലാ കാര്യം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുക്കലും മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുക്കലും ഒക്കെ അതിന് ശേഷം മതി. അത് ആകുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുക്കാൻ എങ്ങനെ? അത് ശരിയല്ലല്ലോ. എന്റെ അഭിപ്രായം എങ്ങനെ? ഇവിടെ മത്സരിച്ചവരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താൽ മതിയെന്ന് തോന്നുന്നുണ്ടോ? KC വേണുഗോപാൽ വരേണ്ട ആവശ്യമുണ്ടോ? അല്ല, അതിന്റെ ആവശ്യമില്ല. ശിവകുമാർ വരേണ്ട ആവശ്യമില്ല. ഒരു MP അല്ലേ മൂപ്പര്, അതിന്റെ ആവശ്യമില്ല. ഇവിടെ ഉള്ളവർ മത്സരിച്ചവർ മതി, അതിന്റെ മതിയല്ലോ. കോൺഗ്രസിൽ ജയിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലതാണ്. നല്ല കാര്യമല്ല. ശരിക്കും റിസൾട്ട് അറിഞ്ഞതിന്റെ ദിവസം ഒരു തീരുമാനം എടുക്കലാണ് നല്ല കാര്യം. ഇപ്പോഴത്തെ ചർച്ച മുരളി പറഞ്ഞ പോലെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിയാണോ? നാട്ടുകാരോട് പറയിപ്പിക്കുന്ന പരിപാടിയാണ്. ഈ മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആര് വരണം എന്നാണ് ആഗ്രഹം? അത് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ സോല എല്ലാവരും കൂടി തീരുമാനം എടുത്തിട്ട് ഒരാളെ കണ്ടെത്തലാണ് അതിന്റെ കാര്യം. അനാവശ്യ ചർച്ചകളാണ്. അനാവശ്യ ചർച്ചകളാണ്, ജനങ്ങളെ കൊണ്ട് വെറുതെ ചെറുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ചർച്ച നല്ലതാണോ? ചർച്ച ഒന്നല്ലല്ലോ, ഒരു ജയിക്കേണ്ടതല്ലല്ലോ ചർച്ച നടത്തുന്നത്. ഒരു ജയിക്കട്ടെ എന്നിട്ട് ചർച്ച നടത്തിക്കോട്ടെ. ജയിക്കാൻ ചാൻസ് ഇല്ലെന്നാ പറയുന്നത്. സെൻസ് ഇല്ല. ഇതൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു പരിപാടിയാണോ അത്? ഒക്കെ പറയിപ്പിക്കുന്ന പരിപാടിയാണ്. ജയിച്ചു കഴിഞ്ഞിട്ട് പോലും തീരുമാനിച്ചോട്ടെ. ഇപ്പൊ തന്നെ അതിനെന്താ അടിപിടി? അതേ പറയാനേ. നേതാക്കൾ ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ അവര് ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ ഷിയാസ് DCC പ്രസിഡന്റ് BDക്ക് വേണ്ടി പറയുന്നു, K സുധാകരൻ ഫേസ്ബുക്കില് KCക്ക് വേണ്ടി പറയുന്നു. ഹൈക്കമാൻഡ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. പിന്നെ പാർട്ടികൾ ഉണ്ടാവും, ഉൾപാർട്ടി രാഷ്ട്രീയം ഉണ്ടാവും. ഓരോരുത്തരും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിളിച്ചു പറഞ്ഞൂടെ? പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതനുസരിച്ച് ഓരോ സമയത്തും ഓരോരുത്തർ വിളിച്ചു പറയും. അപ്പം എന്നാലൊക്കെ അതൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരു നല്ലൊരു മുതൽക്കൂട്ടായി മാറും. ആ രീതിയിൽ പോസിറ്റീവായിട്ട് കാണുമ്പോൾ ഒക്കെ ഓക്കെയാണ്. റിസൾട്ട് വരുന്നതിന്റെ മുമ്പേ ഇങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഇങ്ങനെ പറയുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അല്ലേ? മുഖ്യമന്ത്രി ആകണം, എല്ലാവർക്കും മുഖ്യമന്ത്രി ആകാൻ കഴിയോ? ഒരേ ഒരാളെ നാഥണ്ടാവുള്ളൂ.